മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ജോർജ് പുടിപാറ, ഇപ്പോൾ കേൽക്കറുടെ നിയമനം വിവാദമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിവാദമാക്കാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? വേണമെങ്കിൽ സ്മൃതിയുടെ ആ നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇപ്പോൾ വേറൊന്നും കിട്ടാതെ വന്നൊരു സാഹചര്യത്തിൽ ഇതൊരു വലിയ വിവാദമാക്കി മാറ്റുകയാണോ എന്ന് സംശയിക്കാൻ എല്ലാ ന്യായമുണ്ട്. വേണമെങ്കിൽ വി ഡി സതീശന് ഇങ്ങനെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചുമതല വഹിച്ച ഒരാളെ നിയമിക്കാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ പകരം മറ്റൊരാളെ കണ്ടെത്താമായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ SIR ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 90 ലക്ഷത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി. അതിൽ നല്ല പങ്കും ന്യൂനപക്ഷങ്ങളാണ്. അതൊരു ബോധപൂർവമായിട്ടുള്ള BJPയുടെ ഒരു ഗൂഢാലോചനയ്ക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത് അവിടുത്തെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അതുകൊണ്ടാണ് മനീഷ് അഗർവാൾ എന്ന് പറയുന്ന അദ്ദേഹത്തെ പിന്നീട് സുവേന്ദു അധികാരി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചപ്പോൾ അതൊരു ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയാണ് ചെയ്യുന്നത് എന്നൊരു ആരോപണം വന്നതും അവിടെ വലിയ രാഹുൽ ഗാന്ധി പോലും അത് ഏറ്റെടുത്തത്, മമതാ ബാനർജി ഈ SIRൻ്റെ പേരിൽ സ്വയം കേസ് വാദിച്ചതൊക്കെ നമുക്കറിയാം. അങ്ങനെ പുറത്താക്കപ്പെട്ടവരിൽ വളരെ ചെറിയ ഒരു വിഭാഗത്തിന് മാത്രമേ പിന്നീടുള്ള പരിശോധനകളിൽ വോട്ടവകാശം കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ SIRൽ വൻതോതിൽ അല്ലെങ്കിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ടായി. അത് വലിയ ഒരു അട്ടിമറിയുടെ ഭാഗമായിട്ട് നടന്നതാണ് എന്ന് രാജ്യം മുഴുവൻ ആരോപണമുണ്ടായി. മമതാ ബാനർജി തന്നെ സുപ്രീം കോടതിയിൽ അതിനെതിരെ കേസ് വാദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ബലത്തിലാണ് അവിടെ SIRലെ തിരിമറിയുടെ ബലത്തിലാണ് ഫലത്തിൽ BJP അധികാരത്തിലെത്തിയതെന്ന് പോലും ആക്ഷേപമുണ്ട്. ശരിയാകാം, തെറ്റാകാം. ഏതായാലും അവിടെ അഗർവാൾ എന്ന് പറയുന്ന ആ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, സംസ്ഥാനത്തിന് ചുമതലയുള്ള ഓഫീസർ വലിയൊരു വിവാദ പുരുഷനായി വളർന്നു എന്നതൊരു സത്യമാണ്. അത് ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായി. ഒടുവിൽ BJP വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരം പിടിച്ചെടുത്തു. ഒരുപക്ഷെ ഈ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും വലിയ അട്ടിമറിയാണ് ബംഗാളിൽ നടന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് ബംഗാളിൽ നടന്നത് എന്നെല്ലാം നമ്മൾ അംഗീകരിക്കും. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ SIRുമായിട്ട് ബന്ധപ്പെട്ടതിന് ചുമതലക്കാരനായിരുന്ന ആ ഓഫീസറെ പിന്നീട് ചീഫ് സെക്രട്ടറി ആക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ, അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു കടപ്പാടാണോ എന്ന സംശയം വരുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ആരോപണമുണ്ട്. പക്ഷെ സമാനമായിട്ട് കേരളത്തിൽ ശ്രീ രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു ആരോപണം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? SIRൻ്റെ കാര്യത്തിൽ രത്തൻ ഖേൽക്കർ മനഃപൂർവ്വം ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, ന്യൂനപക്ഷ സമുദായത്തെയോ ഭൂരിപക്ഷ സമുദായത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളെയോ അല്ലെങ്കിൽ CPMൻ്റെ വോട്ട് ബാങ്കിൽപ്പെട്ട ആളുകളെയോ ഏതെങ്കിലും രീതിയിൽ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ രീതിയിലുള്ള ഏതെങ്കിലും പ്രത്യേക ഇടപെടലുകൾ നടത്തിയെന്നോ ഇതുവരെ ആരും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. 1-2 ആരോപണങ്ങൾ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചു, സലാം ചൂണ്ടിക്കാണിച്ചു. അതായത് 20,000-ഓളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയാതെ പോയി. അതിലൊരു വീഴ്ചയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ BJPയുടെ ഒരു സീല് വന്നത്, അതിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുടെ മനസ്സറിവോടെയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു സീല് വന്നു. ഈ BJPയുടെ സീൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വന്നു? അപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥനെ പിന്നീട് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു തെളിവുകളും നമ്മുടെ മുമ്പിലില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന ഈ ഓഫീസർ, അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ശുപാർശ ചെയ്യാൻ തന്നെ സംസ്ഥാന സർക്കാർ, ഇതിനു മുമ്പിരുന്ന ഇടതുമുന്നണി സർക്കാരാണല്ലോ അദ്ദേഹത്തിൻ്റെ നിയമനകാലത്ത് അധികാരത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഓഫീസറെ ഇതുപോലൊരു ഭാരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറായത്? ഇടതുമുന്നണി സർക്കാർ തയ്യാറായത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി തയ്യാറായത് എന്തുകൊണ്ടാണ്? അതിനൊരു കാരണമേ ഉള്ളൂ. അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ്. വലിയ പക്ഷപാതമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള പ്രജഡിസോടുകൂടി പെരുമാറുന്ന ഒരാളല്ല. സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ്. നല്ല ട്രാക്ക് റെക്കോർഡാണ്, എഫിഷ്യൻ്റാണ്, സിൻസിയറാണ്. ഈ പരിഗണനകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള ഭാരിച്ച ഒരു സംഗതിയുടെ ഏറ്റവും പ്രധാന ചുമതലക്കാരനായി സംസ്ഥാനത്ത് അദ്ദേഹത്തെ നിയോഗിച്ചത്. അതിലൊന്നും സംശയമില്ലല്ലോ. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് തങ്ങളും കൂടി ചേർന്നാണ് അദ്ദേഹത്തെ ആ പദവിയിലേക്ക് എത്തിച്ചത് എന്നും ആ ഉത്തരവാദിത്വത്തിൽ 1-2 ചെറിയ ലാബ്സ് ഒഴിച്ചാൽ അദ്ദേഹം ഏറെക്കുറെ സ്തുത്യർഹമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി.
ഒന്നോ രണ്ടോ സ്ഥലത്ത് അദ്ദേഹം പോലും അറിയാതെ ചില ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ സ്ട്രോങ് റൂം തുറക്കാനൊക്കെ ശ്രമം നടത്തിയൊക്കെ കൈയോടെ അദ്ദേഹം ഇടപെട്ട് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി വിസ്തരിക്കാനും കുറ്റപത്രം സമർപ്പിച്ച് രാഷ്ട്രീയമായിട്ടോ ധാർമ്മികമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ശിക്ഷിക്കാൻ തക്കവണ്ണം വലിയ തെറ്റുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ചില സമ്മർദ്ദങ്ങൾ അതൊരു വാദത്തിന് അങ്ങനെയും അംഗീകരിക്കാം. അപ്പോഴും ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ ബി ജെ പിക്കെതിരെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്താണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആവർത്തിച്ചുന്നയിക്കുന്ന കാര്യം എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനം തന്നെ എങ്ങനെ ദുരുപയോഗപ്പെട്ടിരിക്കുന്നു, അത് കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം രാഹുൽ ദേശീയ തലത്തിൽ ആവർത്തിച്ച് എത്ര കാലമായി മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ അദ്ദേഹത്തിന്റെ വാചകം ദ ബിഗർ ദ തെഫ്റ്റ് ദ ബിഗർ ഇസ് ദ റിവാർഡ് എന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ കൊള്ളയ്ക്ക് ഏറ്റവും നല്ല റിവാർഡ് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആരോപണം രാഹുൽ ഗാന്ധി അവിടെ ഉന്നയിക്കുമ്പോഴാണ് ഇവിടെ കൊള്ള നടന്നു വേണമെങ്കിൽ ഇപ്പോൾ ഉന്നയിക്കാം. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു, CPM പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഈ പറയുന്ന 20,000 പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിൽ ഇപ്പോൾ തോന്നുന്നു. അതുപോലെ SIR-മായി ബന്ധപ്പെട്ട കുറെ പേർ പുറത്തായതും അതും ഇപ്പോൾ തോന്നുന്നു എന്ന് പറയുകയാണ്. ഒരു വാദമായി ഉന്നയിക്കാം, ഇത് ശരിയാകണമെന്നില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ ഇടവരുത്തുന്ന ഒരു പോസ്റ്റിംഗ് ആയില്ലാതെ എന്നുള്ളതാണ്. മാത്രമല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി പോസ്റ്റിലേക്കല്ല, പ്രിൻസിപ്പൽ സെക്രട്ടറി പോസ്റ്റ് റാങ്കിലുള്ള ആളല്ല അദ്ദേഹം. അതുകൊണ്ട് സെക്രട്ടറി പോസ്റ്റിലേക്ക്, അപ്പോൾ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് വയ്ക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ കണ്ടെത്താനായില്ലേ എന്നുള്ള ചോദ്യം. അങ്ങീ പറഞ്ഞ വളരെ എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രൽ പ്രോസസ്സിൽ വളരെയധികം മിസ്മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലായിട്ട് ആരോപണം. അങ്ങ് പറയുന്ന സീൽ വിവാദം ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് ശതമാനം അവസാനം അറിയുന്നതിൽ 2-മോ 3-മോ ദിവസം നമുക്കറിയാവുന്ന പോളിംഗ് ശതമാനം എപ്പോഴാണ് നമ്മൾ അന്തിമ പോളിംഗ് ശതമാനം അറിഞ്ഞത്, അതൊരു വിഷയമായിരുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ പല ഘട്ടങ്ങളിലായി ഉയർന്ന ആരോപണം, കോൺഗ്രസ് തന്നെ ഉന്നയിച്ച ആരോപണം. അതിനിടയ്ക്ക് എന്തിനായിരുന്നു ഇത്? ഈ പറഞ്ഞ 1-മത്തെയും 2-മത്തെയും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ എത്ര പ്രതീക്ഷയോടെയാണ് നമ്മൾ കണ്ടത്, എത്ര പ്രതീക്ഷയോടെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ? അതിനിടയ്ക്ക് വന്നിരിക്കുന്ന ഈ തീരുമാനം അതൊരു അബദ്ധമായി പോയി. തീർച്ചയായിട്ടും ഒരു കല്ലുകടിയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിൽ അദ്ദേഹം മാത്രമല്ല ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ള എഫിഷ്യൻ്റ് ഓഫീസർമാരുടെ ലിസ്റ്റിൽ വേറെയും പലരും ഉണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സമീപകാലത്ത് ചാനൽ ചർച്ചകളിലൊക്കെ വന്ന ഏതെങ്കിലും ഓഫീസറെയാണ് ഈ സ്ഥാനത്ത് ഇരുത്തിയിരുന്നെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന B. അശോകിനെ പോലെയൊക്കെയുള്ള ഒരു ഓഫീസറെ, ഒരു AS ഓഫീസറെ, മുതിർന്നൊരു ഓഫീസറെ ഈ തസ്തികയിലേക്ക് നിയോഗിച്ചിരുന്നെങ്കിൽ അപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടിയായതിന് ആക്ഷേപം. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം ബംഗാളിൽ ഈ പറയുന്ന അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന അഗർവാളിനെ ചീഫ് സെക്രട്ടറി ആക്കിയതിനെതിരെ വലിയ ആരോപണങ്ങൾ ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കി മാറ്റി ആരോപണങ്ങൾ, കടുത്ത ആരോപണങ്ങൾ വരികയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അവിടെ അതിശക്തമായിട്ട് വോട്ട് ചോരി എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അത്തരം മാൽ പ്രാക്ടീസിന് കൂട്ടുനിന്നതിനുള്ള ഉപകാരസ്മരണയാണ് അല്ലെങ്കിൽ അതിന് കൊടുത്ത റിവാർഡാണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചൊരു സാഹചര്യത്തിൽ കേരളത്തിൽ സമാന തസ്തികയിലിരുന്ന ഒരാളെ വേണമെങ്കിൽ സെക്രട്ടറി സ്ഥാനത്ത് നിയോഗിക്കുമ്പോൾ കുറച്ചുകൂടി VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വാദത്തിന് സമ്മതിക്കാം, വേണമെങ്കിൽ കുറച്ചുകൂടി ആലോചിക്കാമായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ചില ബോധ്യങ്ങളുണ്ടല്ലോ. VD സതീശൻ എപ്പോഴും ഈ ബോധ്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ ഗൽക്കർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഇപ്പോൾ ഈ വോട്ടിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു അഴിമതി കാണിച്ചെന്നോ ആർക്കെങ്കിലും അനുകൂലമായിട്ട് ഫേവറിറ്റിസം കാണിച്ചെന്നോ എന്നുള്ള ആരോപണം ആർക്കുമില്ല. ആ കാര്യത്തിലൊന്നും അതൊക്കെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ നിയമനം വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ ആകാമായിരുന്നല്ലോ അല്ലെങ്കിൽ അതായിരുന്നു എന്നൊക്കെയുള്ള സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടാമെങ്കിൽ പോലും അന്ന് ഈ ഇടതുമുന്നണി ഭാഗത്തുനിന്നോ BJPയുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. മാത്രമല്ല ഇവർ തന്നെ മുൻകൈ എടുത്ത് നിർദ്ദേശിച്ച ഒരാളാണ് അദ്ദേഹം. അപ്പോൾ വേണമെങ്കിൽ VD സതീശനെ ഒന്നുകൂടെ ആലോചിക്കാമായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി ജൂനിയർ ആയിട്ടുള്ളൊരു ഓഫീസറാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കാവുന്നത്. നേരത്തെ ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് സാങ്കേതിക പിഴവാണെങ്കിൽ ക്ഷമിക്കണം. സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ ആലോചിക്കാമായിരുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ ബംഗാളിലെ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രസ്താവനകൾ നടത്തി അത് ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയൊരു സാഹചര്യത്തിൽ കേരളത്തിൽ കുറച്ചുകൂടി വേണമെങ്കിൽ സമാനമായ തസ്തികയിലിരുന്ന ഒരാളെ നിയമിക്കുമ്പോൾ വേണമെങ്കിൽ VD സതീശൻ ഒന്നുകൂടി ആലോചിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് KC വേണുഗോപാലിനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതൊക്കെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ് എന്ന് എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഒരു പക്ഷേ പാർട്ടിക്ക് ആ നിയമനത്തെ സംബന്ധിച്ച് അത്ര തൃപ്തി ഇല്ലായിരിക്കാം.
വി.ഡി. സതീശൻ ഒരുപക്ഷെ ഈ നിയമനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് മാത്രമേ പരിശോധിച്ചിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്പക്ഷതയും ഒരു എന്താ പറയുക, അധികം വക്രതകളില്ലാത്ത സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ഓഫീസർ എന്നുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ ക്രെഡൻഷ്യൽസ് ഒക്കെ ആയിരിക്കാം വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചത്. വേണമെങ്കിൽ അല്പം കൂടി ജാഗ്രതയാകാമായിരുന്നു എന്ന് ഇപ്പോൾ എനിക്കും സ്മൃതി ചോദിക്കുമ്പോൾ, ഈ ഇത്രയും വിവാദങ്ങൾ രാഹുൽ ഗാന്ധിയൊക്കെ ഇടപെട്ട സമാനമായൊരു വിഷയത്തിൽ ഇടപെട്ട ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ പാർട്ടിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരാത്ത രീതിയിൽ, ഇപ്പോൾ ഖേൽക്കറെ അല്ലാതെ വേറെ ആരെങ്കിലും നിയമിച്ചാൽ ഈ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുമൊന്നുമില്ലല്ലോ. പിന്നെ ഇടതുപക്ഷം വളരെ ശ്രദ്ധിച്ച് ഏറ്റവും മിടുമിടുക്കനായ ഓഫീസർ എന്ന് പറഞ്ഞ് നിയമിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ വളരെ ഉത്തരവാദിത്തങ്ങൾ എടുത്തിട്ടുള്ള ശിവശങ്കർ പിന്നീട് എന്തൊക്കെ കാണിച്ചു കൂട്ടി എന്നുള്ളത് കൂടി സലാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ജാഗ്രതയോടുകൂടി നിയമിച്ചതാണല്ലോ, എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു, അദ്ദേഹം എവിടെയൊക്കെ പോയി, എന്തൊക്കെ കാണിച്ചു കൂട്ടി, സർക്കാരിന് വേണ്ടി എന്തൊക്കെ ദൗത്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു, ഒടുവിൽ അദ്ദേഹം എത്തിപ്പെട്ടതും കിടന്നതും എവിടെയാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ശരി. Debate with Smriti Parithikar.